സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പരമേശ്വരൻ പത്മിനിയോട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുവാണ്. പത്മിനി, ഇത്രയും നാളും നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഈ വീടുണ്ടല്ലോ, നമുക്ക് നാളെ മുതൽ അന്യമാകുവാണ്. നാളെ മുതൽ ഇത് നമ്മുടെ വീടല്ല. നാളെ നമ്മുടെ വീട് ജപ്തി ചെയ്യാനായിട്ട് ബാങ്കിൽ നിന്ന് ആളുകളും മറ്റും വരും. അത് കേൾക്കുന്നത് പത്മിനി വിശ്വസിക്കാനാവാതെ ഞെട്ടലോടുകൂടി നിൽക്കുക. ഏട്ടാ, എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ പറയുന്നതൊക്കെ സത്യോടോ? ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഒന്നിനും ബലം കണ്ടില്ല. ബാങ്കിൽ നിന്ന് തരാനുള്ള അവധികളെല്ലാം തന്നു കഴിഞ്ഞു. നാളത്തെ ദിവസം അവർ ജപ്തി ചെയ്യാനെത്തും. അതിനെ പ്രതിരോധിക്കാൻ ഇനി നമ്മുടെ കയ്യിൽ മറ്റൊരു മാർഗവും ഇല്ല. ഈ വിവരം ഞാൻ ആരെ അറിയിച്ചിട്ടില്ല. എല്ലാവരും ഇന്നത്തെ ഈ ഒരു ദിവസവും കൂടി സമാധാനത്തോടെ ഇറങ്ങിയിട്ട് നാളെ ആവുമ്പോൾ ഓരോരുത്തരെയായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാം. പത്മിനി, ഇത്രയും നാളും താൻ ചോദിക്കാതെ തന്നെ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തന്നു. നമ്മുടെ മക്കളുടെയും ഈ കുടുംബത്തിലെയും ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞു ചെയ്തു. എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായിരിക്കും. ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും തോറ്റുപോയവനായി ഞാൻ. അങ്ങനെ പറഞ്ഞ് പരമേശ്വരൻ സങ്കടപ്പെടുക. അതുകൊണ്ട് പത്മിനി പറയണേ, എന്താ ഇത്? എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? സൗഭാഗ്യങ്ങളിൽ മാത്രമല്ല ഞാൻ കൂടെ നിൽക്കാൻ പോകുന്നത്. ഈ പ്രതിസന്ധിയിലും ഞാൻ ഏട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഏട്ടനിങ്ങനെ വിഷമിക്കാതിരിക്കുക. നമ്മൾ നാളെ എങ്ങോട്ടേക്ക് പോകും അറിയില്ല. ഒന്നിനും എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉത്തരവില്ല. എന്താണെങ്കിലും നമുക്കത് അതിജീവിച്ചല്ലേ പറ്റൂ. എന്നാലും ഇതെല്ലാം കാണാനായിട്ട് നമ്മളിപ്പോഴും ദൈവങ്ങൾ ഈ ഭൂമിയിൽ ബാക്കി വെച്ചല്ലോ. മരണത്തിന് പോലും നമ്മളെ ഒന്നും വേണ്ടല്ലോ. ഏട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ, ഇങ്ങനെ മനസ്സ് തളർന്നു പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് പത്മിനിയാണെങ്കിൽ പരമേശ്വരനെ ആശ്വസിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പത്മിനിയെ ചേർത്ത് പിടിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്ടോ പരമേശ്വരൻ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ആറ്റുവാശ്ശേരിയിലേക്ക് കാറെത്തുന്നതാണ്. അങ്ങനെ ഡ്രൈവർ പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിക്കുക. മാഡം, ഞാൻ എത്തിയിട്ടുണ്ട്. ഞങ്ങളിതാ ഇപ്പോൾ വന്നോളാം. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയോട് റെഡി ആയിക്കൊണ്ട് നിൽക്കുവാണ്. ഈ സമയം ദേവനും യശോദയും കൂടി അവിടെ ഹോളിലിരിക്കുമായിരിക്കും. മുറ്റത്തൊരു കാർ വന്ന് വെച്ചേലേക്കുന്നത്. അതെ ദേവേട്ടാ, ചിലപ്പോൾ പുതിയ മുതലാളിമാരുടെ കാറായിരിക്കും. താൻ വാ, നമുക്കൊന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞ് ദേവനും യശോദയും പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം മുത്തശ്ശി അവിടെ പുതുപുത്തൻ സാരിയിലും പുതിയ ഗേറ്റപ്പിൽ ഫോണിൽ ആരോടോ സംസാരിച്ച് തിരിഞ്ഞു നിൽക്കുമായിരിക്കും. അങ്ങനെ മുത്തശ്ശിയുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല കേട്ടോ. ദേവൻ ആരാണെന്ന് ചോദിക്കുക. ഈ സമയം വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ ആരാണെന്ന്? അന്നേരം ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പ്രിയങ്കയും പുറത്തേക്ക് ഇറങ്ങി വരിക. എന്നിട്ട് മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. ഈ സമയം സുകുമാരി തിരിയുമായിരിക്കും. അങ്ങനെ സുകുമാരിയുടെ ആ വേഷവും ഭാവമൊക്കെ കണ്ട് അമ്പരപ്പോടെ വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് ദേവനും യശോദയും. യശോദക്കാണെങ്കിൽ മുത്തശ്ശിയുടെ ആ വേഷം കെട്ടലൊക്കെ കണ്ടിട്ട് ചിരി വരുവാണ്. എന്താ അമ്മ ഇത്? എന്തൊക്കെ വേഷം കെട്ടലേ കാണിച്ചു കൂട്ടുന്നത്? അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താണ് എൻ്റെ ഈ വേഷത്തിനൊരു കുഴപ്പം? അന്നേരം പ്രിയങ്ക പറയണേ, അത് തന്നെ മുത്തശ്ശി, ഇവരിതൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അത് കാരണം അസൂയ ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളെ താഴ്ത്താൻ ശ്രമിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ ഇതുപോലൊരു വേഷം കെട്ടാൻ? ഇവളോ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നു. ഇപ്പോൾ നീ അമ്മയെ കൂടി ഇങ്ങനെയൊക്കെ വേഷം കെട്ടിക്കാൻ തുടങ്ങിയല്ലേ? അന്നേരം സുകുമാരി പറയണേ, എടാ, ഞാനേ ഇത്രയും നാൾ ദരിദ്രവാസിയായ ദേവനാരായണൻ്റെ അമ്മയായിട്ടാണ് ജീവിച്ചത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വേഷത്തിലാണ് ഞാൻ ജീവിച്ചത്. എന്നാൽ ഇപ്പം ഞാൻ അങ്ങനെയല്ല, കോടീശ്വരിയായ പ്രിയങ്കയുടെ മുത്തശ്ശിയാണ്. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ വേഷം ഗെറ്റപ്പൊക്കെ മാറണ്ടേ? അതിലൊക്കെ നീയും നിൻ്റെ ഭാര്യയും അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇനി നാട്ടുകാരെല്ലാവരും കണ്ണു തള്ളി നോക്കി നിൽക്കുന്ന രീതിയിലായിരിക്കും ഈ സുകുമാരൻ്റെയും പ്രിയങ്കയുടെയൊക്കെ ജീവിതം. എന്നാൽ പിന്നെ സംസാരിച്ച സമയങ്ങളിൽ ഞങ്ങൾക്ക് തീരെ നേരമില്ല. ഇനി നമുക്ക് നൈറ്റിൽ കാണാം എന്നും പറഞ്ഞ് അവർ രണ്ടാളും കൂടി കാറി കയറി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം യശോദ പറയണേ, എൻ്റെ ദേവേട്ടാ, എന്തൊക്കെയാണ് കാണുന്നത്? അമ്മയ്ക്ക് ഈ വയസ്സാം കാലത്ത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അന്നേരം ദേവൻ പറയണേ, ഇതുപോലെ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? പൈസ വന്നതിൻ്റെ അഹങ്കാരങ്ങളും നാട്ടുകാർ അല്ലെങ്കിൽ തന്നെ ഇവർ രണ്ടുപേരും കൂടി കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യത്തിന് എന്നെ എന്തൊക്കെയാണ് പറയുന്നതെന്നറിയോ? ഇനി അവരെ കൊണ്ട് പുതിയതായിട്ട് ഓരോന്നും കൂടി പറയിപ്പിക്കണം. അതിനുവേണ്ടിയാണ് അമ്മയെ കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്തോ എന്നും പറഞ്ഞ് അവിടെ നിൽക്കുവാണ് കേട്ടോ ദേവൻ. പിന്നീട് കാണിക്കുന്നത് ആരതി ACP ആയിട്ട് സംസാരിക്കുന്നതാ. എന്തായി സാർ അന്വേഷണം? എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ? തൽക്കാലം ഇപ്പോൾ കടലുള്ള തെരച്ചിലൊക്കെ അവസാനിപ്പിച്ചു. അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് മനസ്സിലായി. നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം അവരിങ്ങനൊരു കാര്യം ചെയ്യിച്ചതാണ്. ഈ സമയം ആളിത് പറയുന്നുണ്ട്, എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ചെറിയമ്മക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ചെറിയമ്മ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ ആരതി മാഡം? ചിലപ്പോൾ ശ്യാമമ്പടത്തിന് ജീവനുണ്ടെങ്കിലും നോ, അതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. അല്ല, ബെഞ്ചമിനെ കുറിച്ചുള്ള അന്വേഷണം എവിടെ വരെ എത്തി? ബെഞ്ചമിനി രാജ്യം തന്നെ വിട്ട് വിദേശത്തേക്ക് പോയോന്നാണ് എൻ്റെ സംശയം. സാറിന് എങ്ങനെയാണ് മറ്റു പോലീസുകാർ പറയുന്നത് പോലെ ഇത്ര നിസ്സാരമായിട്ട് ഇതിനെ കാണാൻ പറ്റുന്നത്? വരുണിൻ്റെ രാധികയുടെ പിന്നാലെ ബെഞ്ചമിൻ മുഖം മറച്ച് നടന്ന ആ സമയം തൊട്ട് തന്നെ തുടങ്ങിയ അന്വേഷണമല്ലേ? എന്നിട്ടും ഇതുവരെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പിടികൂടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള പരാജയമല്ലേ?
ഈ സമയം ACP പറയുന്നുണ്ട്, ആനന്ദ് മാഡം എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വക്കീലന്മാർക്കും അറിയാവുന്നതല്ലേ, പ്രതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ചെറിയ സൂചനയോ അവർക്ക് പിന്നെ ഇപ്പോൾ എടുത്ത ചാളയെക്കുറിച്ചുള്ള എന്തെങ്കിലും തെളിവുകളോ കിട്ടിയാൽ നമ്മൾ അതിൽ പിടിച്ചല്ലേ കയറുന്നത്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. സാർ, ഞാൻ സാറിനെ കുറ്റപ്പെടുത്തിയതെല്ലാം ചെറിയമ്മേ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അത് തന്നെയാണ് മാഡം എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന എന്ത് കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടാകും. അത് മതി സാർ. എത്രയും പെട്ടെന്ന് തന്നെ ചെറിയമ്മയെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നീട് കാണിക്കുന്നത് കടമംഗലം വീടാണ് കേട്ടോ. അവിടേക്ക് ബാങ്കിലെ ഓഫീസറും പോലീസുകാരും എല്ലാവരും കൂടി എത്തുവാണ്. അവരെല്ലാവരും വന്നങ്ങനെ മുറ്റത്ത് നിൽക്കുവാണ്. ഈ സമയം അകത്തു നിന്ന് പരമേശ്വരനും പത്മിനിയോടും അതുപോലെ വരുൺ, രാധിക, മുത്തശ്ശി, കൽപ്പന, ഉർവശി എല്ലാവരും അവിടെ ഉണ്ടാകും. പരമേശ്വരൻ അങ്ങനെ അവരോടൊക്കെ ബാങ്കിലെ ജപ്തി നടപടികളെക്കുറിച്ചും എന്ന് തന്നെ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയുവാണ്. സത്യം പറയാലോ, ഇന്നലെ തന്നെ അവർ ഈ വിവരം എന്നെ വിളിച്ചറിയിച്ചതാ. ഇക്കാര്യം പത്മിനിയോട് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളോട് എല്ലാവരോടും ആ സമയത്ത് പറയാൻ പറ്റിയില്ല. ഇപ്പോഴാ അവർ ബാങ്ക് ഉദ്യോഗസ്ഥരെല്ലാവരും പുറത്തു വന്ന് നിൽക്കുവാണ്. നമുക്ക് ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോയെന്നറിയില്ല. അവർ അനുവദിക്കുന്നത് മാത്രം എടുത്താൽ മതി. എങ്ങോട്ടാ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. അന്നേരം വരൺ പറയണേ, അച്ഛാ ഞാൻ അവരോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? വേണ്ട, അതുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ സംസാരിക്കാൻ പറ്റുന്നതെല്ലാം സംസാരിച്ചതാണ്. അവർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തതുമാണ്. ഇനിയിപ്പോൾ ഒന്നും സംസാരിക്കണ്ട. ഇതാണ് നമ്മുടെ വിധി. ഇത് നമ്മളെ സ്വീകരിച്ചേ പറ്റുള്ളൂ. അമ്മേ, ഈ വയസ്സാം കാലത്ത് അമ്മയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ അവസ്ഥ ഇതായിപ്പോയി. മോനെ പരമേശ്വര, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നമ്മളിവിടെ നിന്നിറങ്ങിയാൽ എങ്ങോട്ട് പോകും? എന്തെങ്കിലും ഒരു വഴി തെളിയോ അമ്മേ? നമ്മളാരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. ഈ സമയം കൽപ്പന പറയണേ, എന്നാലും അച്ഛനെതിന് ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇതിനെല്ലാത്തിനും കാരണം വരുണിൻ്റെ പിടിപ്പുകേടല്ലേ. മതി, ഇനി ഈ സമയത്ത് പരസ്പരം കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല മോളെ. അവരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുക. ഈ സമയം വരുൺ പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് ആ ബാങ്കിലെ മാനേജറിനോട് പറയണേ, സാർ എന്താ ഇത് ഇത്രയും പെട്ടെന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒരു നോട്ടീസ് പോലും തരാതെ. അന്നേരം ആ മാനേജർ പറയണേ, നോട്ടീസ് തന്നില്ല എന്ന് ആര് പറഞ്ഞു? നോട്ടീസെല്ലാം തയ്യാറാക്കി വെച്ചതാ. പക്ഷേ അത് കടമംഗലം വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് പതിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. മാത്രമല്ല പരമേശ്വരൻ സാറിനും അത് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കും അങ്ങനെ ചെയ്യുന്നതിലൊരു ബുദ്ധിമുട്ട് തോന്നി. അത്ര കടുപ്പമുണ്ടായിരുന്നതല്ലേ ഈ കുടുംബത്തോട്. അതുകൊണ്ടാണ് അത്ര ഒരു കാര്യം ചെയ്യാഞ്ഞത്. ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സഹായങ്ങളും ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തതാണ്. സംശയമുണ്ടെങ്കിൽ പരമേശ്വരൻ സാറിനോട് ചോദിക്കാം. അന്നേരം പോലീസുകാർ പറയണേ, അതെ, നിങ്ങൾ ഞങ്ങളുടെ ജോലിക്ക് തടസ്സം ഉണ്ടാക്കരുത്. സാർ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പറയുന്നത് കേട്ടാത്തൊന്നും ഇവരുടെ ജോലിക്ക് ഞാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കിയെന്ന്. ഞാൻ കാര്യം ചോദിച്ചത് മാത്രമല്ലേ ഉള്ളൂ. ഈ സമയം വരുണും വിളിച്ച പരമേശ്വരൻ പുറത്തേക്ക് വരുവാ. വരുൺ, എന്താ ഇവിടെ? ഒന്നുമില്ല അച്ഛാ, അവരവരുടെ ജോലി ചെയ്യട്ടെ. ചിദംബരം, നിങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തന്നതാ, സമയം അനുവദിച്ചതാ. പക്ഷേ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. കൃത്യസമയത്ത് എനിക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. സോറി സാർ. സാറിൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. പക്ഷേ ഞങ്ങളുടെ സാഹചര്യം ഇതായി. എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാം. അന്നേരം ചിദംബരം പറയണേ, നിങ്ങളുടെ പൊസിഷനിൽ വരുന്ന സാധനങ്ങളൊന്നും ഞങ്ങൾ ജപ്തിയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. വരൂ. അങ്ങനെ പറഞ്ഞ് ബാങ്കിലെ ഓഫീസേഴ്സും പോലീസുകാരും എല്ലാവരും അകത്തേക്ക് പോകുവാണ്. അവിടെ നിന്നും ഓരോ സാധനങ്ങളായിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുവാണ് കേട്ടോ. സോഫയും ടിവിയും അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് അവർ പുറത്തെടുക്കുവാണ്. അതെല്ലാം കണ്ട് ചങ്ക് പൊട്ടി നിൽക്കുവാണ് പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയും അങ്ങനെ വരുണും രാധികയൊക്കെ. ഈ സമയം കൽപ്പന ഉർവശിയോട് പറയണേ, അല്ല ചെറിയമേ, സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുവാണല്ലോ. എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കും കൂടെ ഇറങ്ങേണ്ടി വരുമോ? എടി കൽപ്പനെ, നീ നോക്കിക്കോ, ഇവിടെ ഇനി എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്നും. ഈ വീട്ടിലുള്ള എല്ലാവരും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭത്തിൽ രക്ഷിക്കാൻ ദൈവം തന്നെ വരുമല്ലോ. വന്നിരിക്കും, നീ നോക്കിക്കോ. ഇതേ സമയത്ത് തന്നെ ആയിരിക്കും കേട്ടോ അവിടെ ഒരു കാർ എത്തുന്നത്. കാറിൽ നിന്നും ചന്ദ്രശേഖരൻ ഇറങ്ങി വരുവാണ്. ചന്ദ്രശേഖരനെ കാണുന്നതും ഞെട്ടലോടുകൂടി നിൽക്കുവാണ് പരമേശ്വരനും പത്മിനിയും വരുണും രാധികയൊക്കെ. ഈ സമയം ഒന്നും അറിയാത്ത പോലെ പരമേശ്വരൻ അകത്തേക്ക് കയറി വരുവാ. എന്താ ഇത് ഏട്ടാ, എന്താ ഇവിടെ നടക്കുന്നത്? അന്നേരം പരമേശ്വരൻ കാര്യം പറയണേ, എന്ത് നമ്മുടെ വീട്ടിൽ ജപ്തിയോ? ഉർവശി, നീ ആ ബാങ്ക് മാനേജറെ വിളിച്ച് എനിക്ക് സംസാരിക്കണം. ഇത്രയും നാളും ജയിലിലേക്ക് കടന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തി ഞാൻ കാണുന്ന കാഴ്ച എന്താ ഇത്? എൻ്റെ ഏട്ടനും ഏട്ടത്തിയും അമ്മയൊക്കെ തെരുവിലേക്ക് ഇറങ്ങുന്നതോ? ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ചിലരൊക്കെ ചെയ്ത തെറ്റുകളും പിടിപ്പുദോഷങ്ങളും ഒക്കെ കാരണം എൻ്റെ ഏട്ടനും അമ്മയൊക്കെ അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വരുണിനെ നോക്കി സംസാരിക്കുവാണ്ടോ ചന്ദ്രശേഖരൻ. അന്നേരം ചന്ദ്രശേഖരൻ്റെ ആ വാക്കുകൾ കേൾക്കുന്നതും ദേഷ്യത്തോടെ നിൽക്കുവാണ് വരുണിൻ്റെ രാധികയൊക്കെ. ഈ സമയം ആ മാനേജർ വരുമ്പോഴേക്കും ചന്ദ്രശേഖരൻ ചോദിക്കണേ, സാർ എന്താ ഇതൊക്കെ? ഞങ്ങളുടെ വീട് ജപ്തി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. മിസ്റ്റർ, നോക്കൂ മിസ്റ്റർ, ഞങ്ങൾക്ക് ഈ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. ബാങ്കിൽ നിന്ന് എടുത്ത തുക കൃത്യമായിട്ട് തിരിച്ചടച്ചു കഴിഞ്ഞാൽ ഈ ജപ്തി നടപടികളെല്ലാം ഇപ്പം തന്നെ അവസാനിച്ച് ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം.
എന്താ അതിന് നിങ്ങളെ കൊണ്ട് പറ്റുമോ? അത്തരം വലിയ തുക അറേഞ്ച് ചെയ്യാൻ എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യാനായിട്ട് അനുവദിക്കണം. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, എനിക്ക് പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അല്പസമയത്തിനകം നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനുള്ള മുഴുവൻ തുകയും നിങ്ങൾക്ക് തന്നിരിക്കും. അതിനുള്ള ആൾ വന്നുകൊണ്ടിരിക്കുക. അന്നേരം പരമേശ്വരനും പത്മിനിക്കും ഒന്നും കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. ചന്ദ്രശേഖര, നീ എന്തായി പറയുന്നത്? അതൊക്കെ ഉണ്ട് ഏട്ടാ, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ചന്ദ്രശേഖരൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുന്നതും പത്മിനിയും പരമേശ്വരനൊക്കെ ചെറിയൊരു പ്രതീക്ഷയോടെ നിൽക്കുവാണ്. എന്നാൽ മുത്തശ്ശിക്കും വരണിൻ്റെ അതേക്കൊന്നും അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ സമയത്തായിരിക്കും ഒരു ജീപ്പ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ ജീപ്പിൽ നിന്നും ഒരു പെണ്ണും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പെണ്ണിനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന ചന്ദ്രശേഖരനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. മിക്കവാറും അത് ബെഞ്ചമിൻ്റെ ചേച്ചിയായിട്ടുള്ള സാറ തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെ സാറയുടെ സഹായത്തോടെ കണമംഗലത്തെ ബാധിച്ചിരിക്കുന്ന വലിയ കടമെല്ലാം വീട്ടി കണമംഗലം തൻ്റെ കൈപ്പിടിയിലാക്കാനാണ് ചന്ദ്രശേഖരൻ്റെ പ്ലാൻ. നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിൽ കാണിക്കുന്നത് ബാങ്കിൽ വീട്ടാനുള്ള പണമെല്ലാം സാറ തന്നെ സെറ്റിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാങ്കിൻ്റെ ജപ്തി നടപടികളെല്ലാം ഒഴിവാക്കിയിട്ട് കണമംഗലത്തെ ആ വലിയ നാണക്കടയിൽ നിന്നും രക്ഷിച്ചിരിക്കുവാണ് ചന്ദ്രശേഖരനും സാറയും കൂടി ചേർന്ന്. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേണ്, ഏട്ടാ, ഈ കുടുംബത്തിൻ്റെ സർവനാശത്തിന് കാരണമായത് ദേ ഇവനാണ്, ഈ നിൽക്കുന്ന വരുൺ. ദേ എല്ലാവർക്കും തിരിച്ചിപ്പോൾ കണമംഗലത്തേക്ക് കയറാം. പക്ഷേ ആ കൂട്ടത്തിൽ ഈ 2 പേരും ഉണ്ടാകാൻ പാടില്ല. വരുണും രാധികയും. ഇവർ 2 പേരും എന്നേക്കുമായിട്ട് കണമംഗലത്തിൻ്റെ പടി ഇറങ്ങിപ്പോണം. അങ്ങനെ ഒരു ഡിമാൻഡ് ചന്ദ്രശേഖരൻ കണമംഗലത്തിന് മുമ്പിൽ വെക്കുവാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ വരുണിനും രാധികയ്ക്കും എല്ലാവരോടും യാത്ര പറഞ്ഞ് കണമംഗലത്തിൻ്റെ പടി ഇറങ്ങേണ്ടി വരുവാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയും അച്ഛനും എല്ലാവരും വരുണിനെയും രാധികയും കെട്ടിപ്പിടിച്ച് കരയുവാണ്. അവരെല്ലാവരോടും യാത്ര പറഞ്ഞ് വരുണും രാധികയും കൂടി കണമംഗലത്തിൻ്റെ പടി ഇറങ്ങുന്നുണ്ട്. അതെല്ലാം കണ്ട് സന്തോഷത്തോടെ ആ കാഴ്ചയെല്ലാം ആസ്വദിച്ച് നിൽക്കുവാണ് ഉർവശിയും കൽപ്പനയൊക്കെ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്